ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. ലോകം ഒട്ടുക്ക് അരിഷ്ടതയുടെയും സമാധാനക്കേടിൻ്റെയും പ്രതികൂലങ്ങളുടെയൊക്കെയും മധ്യത്തിലാണ് നാം ആണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സമാധാന പ്രഭു നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായും പ്രാർത്ഥനയിൽ ഉചിക്കുന്നവരായി തീരാം. സ്വർഗത്തിലെ സമാധാനത്തിൻ്റെ മഴവില്ല, സ്നേഹത്തിൻ്റെ മാരിവില്ല, സ്വർഗത്തിലേഴു നിറങ്ങൾ. ഭൂമിയിലുള്ള പാപമെല്ലാം കഴുകിയെടുത്ത് മഴവില്ലാണീച്ചത്. ഭൂമിയുള്ള കാലത്തിന് പ്രളയം മൂലം നശിക്കില്ലെന്ന്. ഭൂമിയിലുള്ള പാപമെല്ലാം കഴുകിയെടുത്ത് മഴവില്ലാണീച്ചത്. ഭൂമിയുള്ള കാലത്തിന് പ്രളയം മൂലം നശിക്കില്ലെന്ന്. അത്രയും ഭയാനകമായിരുന്നു, അത്രയും ഭീകരമായിരുന്നു ദൈവക്രോധത്തിനിടിമിന്നലുകൾ, ആകാശത്തിൻ മഹാമാരികൾ. അത്രയും ഭയാനകമായിരുന്നു, അത്രയും ഭീകരമായിരുന്നു ദൈവക്രോധത്തിനിടിമിന്നലുകൾ, ആകാശത്തിൻ മഹാമാരികൾ. സ്വർഗത്തിൻ്റെ ഏഴു നിറങ്ങൾ, വർണ്ണങ്ങൾ വാരിയെടുത്തു ദൈവം വിരിച്ചതാൻ. സമാധാനത്തിൻ്റെ മഴവില്ല, സ്നേഹത്തിൻ്റെ മാരിവില്ല, സമാധാനത്തിൻ്റെ മഴവില്ല, സ്നേഹത്തിൻ്റെ മാരിവില്ല. സ്വർഗത്തിലേഴു നിറങ്ങൾ നന്ദി ചൊല്ലിടാം, ആരാധിച്ചിടാം, ജീവദാതാവിന് യാഗം കഴിക്കാം. ഏറ്റവും നല്ലത് ദൈവത്തിൻ സന്നിധാനത്തിൽ അർപ്പിക്കാം. നല്ല നാളേക്കായി ഒരുങ്ങിടാം, മറ്റു സഹജീവികളെ ഒരുക്കിടാം. കർത്താവിൻ്റെ ആഗമനത്തിനായി ഭയഭക്തിയോടെ ഒന്നായി ഒരുങ്ങിടാം. നല്ല നാളേക്കായി ഒരുങ്ങിടാം, മറ്റു സഹജീവികളെ ഒരുക്കിടാം. കർത്താവിൻ്റെ ആഗമനത്തിനായി ഭയഭക്തിയോടെ ഒന്നായി ഒരുങ്ങിടാം. സ്വർഗത്തിലെ ഏഴു നിറങ്ങൾ, മനോഹര വർണ്ണങ്ങൾ വാരിയെടുത്തു ദൈവം വിരിച്ചതാണ്. സമാധാനത്തിൻ്റെ മഴവില്ല, സ്നേഹത്തിൻ്റെ മാരിവില്ല, സമാധാനത്തിൻ്റെ മഴവില്ല, സ്നേഹത്തിൻ്റെ മാരിവില്ല. സ്വർഗത്തിലെ ഏഴു നിറങ്ങൾ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. പ്രളയം വന്നു കഴിഞ്ഞു. നോഹയുടെ 600-ാം വയസ്സിലാണ് ഈ പ്രളയം തുടങ്ങിയത്. ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തു. നോഹയും കുടുംബവും ഈ രണ്ട് പക്ഷികൾ, ഇഴജാതിയും മൃഗാദികളൊക്കെയും ആ പെട്ടകത്തിൽ കയറി. യഹോവ വാതിലടച്ചു. 150 ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. പർവ്വതങ്ങൾ മൂടിപ്പോയി, ഭൂജലജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. പിന്നെ ദൈവം നോഹയും പെട്ടകത്തിലുള്ളവയെ ഓർത്തു. ഭൂമിമേൽ കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവും ആകാശത്തിലെ കിളിവാതിലുകൾ അടഞ്ഞു.
നമുക്കറിയാം, വെള്ളം ഇറങ്ങി തുടങ്ങി, ഭൂമി ഉണങ്ങാൻ തുടങ്ങി. നമ്മുടെ പെട്ടകം എവിടെയാ? അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു അല്ലേ. അവിടെ നിന്ന് അവര് ദൈവം കൽപ്പിച്ചു, ഇനി നിങ്ങൾ ഈ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുവീൻ, നിങ്ങൾ വർദ്ധിച്ച് പെരുകുവീൻ എന്നൊക്കെ പറയുന്നു. ഇവിടെ നോക്കോ, ഇത് നമ്മുടെ നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള എല്ലാ പറവുകളിൽ നിന്ന് ചിലതെടുത്തു, യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ ആ യാഗത്തിന്റെ സൗരഭ്യവാസന മണത്തപ്പോൾ ഈ ഹൃദയത്തിൽ അരുളി ചെയ്ത കാര്യം പിന്നെ നോഹയോട് പറയാണ്. എന്താണത്? അതേ, മനുഷ്യനിമിത്തം ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. നിയമത്തിന്റെ അടയാളമായിട്ട് ഒരു മഴവില്ല് മേഘത്തിൽ വെച്ചു. നാം കാണാറില്ലേ 7 വർണ്ണങ്ങളുള്ള മഴവില്ല്? അതെന്താ ഓർപ്പിക്കുന്നത്? ഞാൻ ഒന്നടങ്കം ഇനി ഭൂമിയെ ജനത്തെ നശിപ്പിക്കുകയില്ല, വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ആ നിയമം എപ്പോഴും ഓർക്കാതെ കാണുമ്പോൾ, അപ്പോൾ തന്നെ ഭയത്തോടെ ജീവനുള്ള ദൈവത്തെ, നോഹയുടെ ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സേവിക്കാം. നോഹയുടെ ആയുഷ്കാലം 950 വയസ്സായിരുന്നു. നമുക്ക് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ആ ദൂതന്മാർ ഘോഷിച്ചതുപോലെ ഭൂമിയിൽ ദൈവപ്രസാദത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ വലിയ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോവാം. ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വാക്യം ഉൽപ്പത്തി 8:22. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകുകയുമില്ല. ഉൽപ്പത്തി 8:22. സ്വർഗത്തിലെ 7 നിറങ്ങൾ, മനോഹര വർണ്ണങ്ങൾ, വാരിയെടുത്തു ദൈവം വിരിച്ചതാണ് സമാധാനത്തിൻ്റെ മഴവില്ല്, സ്നേഹത്തിൻ്റെ മാരിവില്ല്, സമാധാനത്തിൻ്റെ മഴവില്ല്, സ്നേഹത്തിൻ്റെ മാരിവില്ല്. God bless you.